ഈ പ്രദേശത്തേക്ക് വരാൻ എനിക്ക് പേടിയായിരുന്നു. പേപ്പറിൽ വായിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾ മുമ്പ് 0 ആണ്, തണുപ്പുമില്ല ചൂടുമില്ല. ചൂട് പോയിട്ട് 0-ലെത്തി എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ആലോചിച്ച് ഭയപ്പെട്ടിരുന്നു. കാരണം എനിക്ക് തണുപ്പ് പറ്റില്ല. പിന്നെ നമ്മുടെ പ്രവർത്തകർ നിരാശപ്പെടരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ഒഴിവാകാതെ ഇരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കി ഒരു കർഷക ഭൂമിയായി അറിയപ്പെട്ട സ്ഥലം ആണ്. ഇതിൽ ധാരാളം കൃഷിയും അതിൻ്റെ പ്രവർത്തനങ്ങളും കച്ചവടങ്ങളും എല്ലാം നടക്കണം. അതിന് ഭരിക്കുന്ന ഗവൺമെൻറ് ഏതായാലും ഗവൺമെൻറ് കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയും പുറമെ മറ്റ് ഉന്നതരായ വ്യക്തികൾ ആവശ്യമുള്ളത് മുഴുവനും പ്രവർത്തിക്കുകയും വേണം. ദാരിദ്ര്യം മനുഷ്യനെ അവിശ്വാസത്തിലേക്ക് വരെ നയിക്കും എന്ന വാക്ക് ഓർത്ത് അത്തരത്തിലുള്ള ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കാൻ എല്ലാവരും ഉത്സാഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം. മത സൗഹാർദ്ദത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ വർഗീയവാദികളാണ് എന്ന് മാത്രം പറഞ്ഞ് പഠിച്ച ചിലരുണ്ട്. അവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് ചരിത്രം അവർ പഠിക്കുകയില്ല. അജ്മീറിലെ ആനാസാഗർ എന്ന കുളത്തിൽ നിന്ന് നാളെ മുതൽ ഒരൊറ്റ മുസ്ലിമും വെള്ളം എടുക്കാൻ പാടില്ല എന്ന് അവിടെ ഭരിച്ചിരുന്ന പൃഥ്വിരാജൻ എന്ന രാജാവ് വിധിച്ചപ്പോൾ ഗരീബ് നവാസ് ഖാജ മഈനുദ്ദീൻ ചിശ്തി തങ്ങളോട് പോയി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഭരിക്കുന്ന രാജാവാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ഭരണാധികാരി പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം. ഒരു പാത്രം വെള്ളം മുക്കിയെടുക്കാൻ അവർ സമ്മതം തന്നാൽ അത് മുക്കിയെടുത്ത് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെക്കണം. അതും തന്നില്ലെങ്കിൽ പോകട്ടെ. അങ്ങനെ പ്രവർത്തകന്മാർ ചെന്ന് പൃഥ്വിരാജനോട് പറഞ്ഞു, നിങ്ങൾ വിധിച്ച വിധി ഇവിടുത്തെ മുസ്ലിമീങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അജ്മീരിലെങ്ങനെ മുസ്ലിമുകളുണ്ടായി? അത് ബഹുമാനപ്പെട്ട ഖാജ തങ്ങളുടെ കറാമത്തുകൾ കൊണ്ടാണ്. ഒരു വെള്ളപ്പാണ്ട് രോഗി വന്ന് പറഞ്ഞാൽ ഉടനെ കൈകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തടകി ഈ വെള്ളപ്പാണ്ട് രോഗം ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോയി. കുഷ്ഠവ്യാധി
പിടിച്ച രോഗിയുടെ രോഗം ഒരു തുള്ളി വെള്ളം ശരീരത്തിൽ കുടയുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ മാറിപ്പോയി. ഇങ്ങനെയുള്ള കറാമത്തുകൾ കണ്ടിട്ടാണ് അജ്മീരിൽ നേരത്തെ തന്നെ മുസ്ലിംകൾ ഉണ്ടായത്. ഈ മുസ്ലിംകൾ പൃഥ്വിരാജനോട് പറയുന്നു, ഞങ്ങളുടെ നേതാവ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ നിങ്ങളുടെ വിധി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഒരു പാത്രം വെള്ളം ഞങ്ങൾക്ക് ഇന്ന് മുക്കിയെടുക്കാൻ അനുവാദം തരണം. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അയാൾ സമ്മതം കൊടുത്തു, മുക്കിയെടുത്തു. ഇത് ഖാജ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ വെള്ളത്തെയും ആകാശത്തെയും അഖില ലോക ചരാചരങ്ങളെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുളത്തിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും ആ വെള്ളത്തിൽ ആനാസാഗർ എന്ന് പറയുന്ന ഈ കുളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇടുക്കി ഒരു 5-10 കൊല്ലം മുമ്പ് പോയതാണ്. എനിക്കത്ര പരിചയമല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറേ മലകൾ, ചെറിയ ചെറിയ മലകൾ, ആ മലകൾക്കിടയിൽ കെട്ടുകെട്ടി അതൊരു കുളം പോലെ ആക്കി എടുത്തതാണ്. അല്ലാതെ അത്രയും വലിയൊരു കുളം കുഴിച്ചതല്ല. അതിൻ്റെ വെള്ളച്ചാട്ടത്തിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. മഴ കൂടുമ്പോൾ പത്രത്തിൽ പലപ്പോഴും വരാറുണ്ട്, നാളെ ഇടുക്കി അണക്കെട്ട് പൊളിക്കാൻ പോകുന്നു, പൊളിച്ചാൽ എറണാകുളവും കൊച്ചിയും അതിൻ്റെ ഇപ്പുറത്തുള്ള എല്ലാ സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോകും, ഹലാക്കായി പോകും എന്നിങ്ങനെ പത്രത്തിൽ ഞങ്ങൾ വായിക്കാറുണ്ട്. ഒരു 4-5 മലകൾ ഇടയിൽ കല്ല് വെച്ച് കെട്ടി കുളമാക്കിയെടുത്ത ആനാസാഗർ ഇന്നും അജ്മീറിൽ പോയാൽ കാണാം. ആ കുളത്തിലെ വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാതെ വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി. നേരം പുറത്ത് നോക്കുമ്പോൾ കുളത്തിൽ വെള്ളമില്ല. അങ്ങനെ എല്ലാവരും ഭയപ്പെട്ടു, രാജാവ് ഭയപ്പെട്ടു, ജനങ്ങളെല്ലാവരും ഭയപ്പെട്ടു. ഖാദിയുടെ കാലിൽ വന്ന് വീട്, ഇനി ഞങ്ങൾ മുസ്ലിമീങ്ങളെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ തടയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ മുക്കിയെടുത്ത ഒരു കൂസ് വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞു. ഒഴിച്ചപ്പോൾ കുളം വീണ്ടും നിറഞ്ഞു വന്നു. നേരത്തെ ഉള്ളതുപോലെ തന്നെ നിറഞ്ഞു വന്നു. അൽഹംദുലില്ലാഹ്. ആദ്യമായി പൃഥ്വിരാജൻ എന്ന രാജാവിന് ഉപദേശം കൊടുക്കുന്ന ഒരു സ്വാമിയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. ഇത് നിർബന്ധിച്ച് ഇസ്ലാമിക ആക്കിയതല്ല. ഈ കറാമത്ത് കണ്ട് അദ്ദേഹം വിശ്വസിക്കുകയാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാം മതം വിശ്വസിച്ചു. ഒരിക്കൽ അജ്മീറിലെ ഖാജയും അദ്ദേഹത്തിൻ്റെ കൂടെ 10-40 ആളുകളും
അജ്മീരിൽ നിന്നും പുറപ്പെട്ട് കുറച്ചകലെ എത്തിയപ്പോൾ നട്ടുച്ച സമയത്ത് അവിടെ നല്ല ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്കിൽ കയറി ഓരോരുത്തരും ഓരോ ചെറിയ ചെറിയ ചെടിയുടെ ചുവട്ടിൽ പോയി ഇരുന്നു വെയിൽ കൊള്ളാതിരിക്കാൻ. അതിൻ്റെ മധ്യത്തിൽ വലിയ ഒരു ചെടിയും ഇരിക്കാനുള്ള സൗകര്യങ്ങളുമെല്ലാം ഉണ്ട്. അവിടെ ഹാജാത്തങ്ങളും പോയി ഇരുന്ന് സുബ്ഹാനല്ലാഹ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗേറ്റ്മാൻ വന്ന് ഇവരോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോകണം, ഞാനൊന്ന് സ്ഥലം വിട്ടു പോയതാണ് ഇവിടുന്ന്. അപ്പോഴേക്കും നിങ്ങളിതിൽ കയറി കൂടിയല്ലോ. നിങ്ങളിപ്പോൾ പോയിട്ടില്ലെങ്കിൽ എൻ്റെ യജമാനൻ വരുമ്പോൾ എന്നെ കൊന്നുകളയും. അതുകൊണ്ട് നിങ്ങൾ സ്ഥലം വിടണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, യജമാനൻ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ, ഈ പാർക്കിൻ്റെ ഉടമസ്ഥൻ അതാ വരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പട്ടാളങ്ങളുണ്ട്, സൈന്യങ്ങളുണ്ട്, എല്ലാമുണ്ട്. അവർ കയറി വന്ന് ദേഷ്യം പിടിച്ചുകൊണ്ട്, എൻ്റെ തോട്ടത്തിൽ ആരാണ് എൻ്റെ സമ്മതം കൂടാതെ കടന്നത്, എൻ്റെ പാർക്കിൽ ആരാണ് കടന്നത് എന്ന് ചോദിച്ച് വരുമ്പോൾ എല്ലാവരും മഹാനായ ഖാജാ തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തോട് ചോദിക്കുക, സഹോദരങ്ങളെ, ഒരു വാള് ഊരിപ്പിടിച്ചുകൊണ്ട് ഖാജാ തങ്ങളെ കൊല്ലാൻ ഈ മനുഷ്യൻ അങ്ങോട്ട് മുന്നിടുമ്പോൾ ഖാജയുടെ അടുത്തെത്തിയ സമയത്ത് ഖാജാ തങ്ങൾ തല മുതൽ കാല് വരെയും കാല് മുതൽ തല വരെയും ഒരൊറ്റ നോട്ടം അങ്ങ് നോക്കി. അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാള് വിറച്ച് വീണുപോയി, പേടിച്ചു പോയി. ഉടനെ ഖാജയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ പാർക്കും ഇതിൻ്റെ പരിസര പ്രദേശത്തുള്ള ഭൂമികളും നിങ്ങൾക്ക് ഞാൻ തരാൻ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ എടുത്തുകൊള്ളുക. സുബ്ഹാനല്ലാഹ്. മഹാനായ ഖാജാ തങ്ങൾ പറയുന്നു, ഹമാരെ ലിയേ ഇസ്കു ഹാജത്ത് നഹി, മൈ ഇസ്കെ ലിയേ നഹി ആയാ. ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല, ഞങ്ങളിതിനു വേണ്ടി വന്നതുമല്ല. ബൽക്ക് ഇസ്ലാം ആപ്കെ പാസ് റഖ്നെ കെ ലിയേ ആയ ഹൈ. നിന്റെ മുമ്പിൽ ഇസ്ലാം മതം ഒന്ന് വെച്ചു വരാൻ ഞങ്ങൾ വന്നതാണ്. നീ പറയുന്ന പ്രതിഫലം ഈ സ്ഥലത്തിന് ഞങ്ങൾ ഇരുന്നതിന് തരാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതത്തിൽ കടക്കുകയാണ്. സഹോദരങ്ങളെ, എന്നിട്ടാണ് പറയുന്നത്, ഈ തോട്ടവും ഇതിൻ്റെ പരിസരവും നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരാമെന്ന്. ആ സമയത്ത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഖാജാത്തകളും അനുയായികളും ഇറങ്ങി വന്നു. അങ്ങനെയുള്ള നൂറുകണക്കായ കറാമത്തുകൾ അവിടുത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ കണ്ടിട്ടാണ് അവിടെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. അല്ലാതെ ഒരൊറ്റ കുട്ടിയെ പിടിച്ച് നിർബന്ധിച്ച് മുസ്ലിം ആക്കിയിട്ടില്ല. അതുപോലെ നമ്മുടെ കേരളത്തിലൊരു സ്ഥലമുണ്ട്, പെരിങ്ങത്തൂര് എന്ന് പറയും. ആ സ്ഥലത്തിൻ്റെ കിസ്സകളൊക്കെ എഴുതപ്പെട്ടത് മാറ്റിമറിച്ചുകൊണ്ട് എഴുതപ്പെട്ടതാണ്. അവിടെയുള്ള യഥാർത്ഥ സംഭവം 800 കൊല്ലം മുമ്പ്, ഇന്ന് മുതൽ നിങ്ങൾ നോക്കിയാൽ 800 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ വന്ന ആളാണ് അലിയുൽ കൂഫി
റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇവിടെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ട് വലിയ വലിയ മാറാവ്യാധികൾ സുഖപ്പെടുകയും പല അനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്തപ്പോൾ മുസ്ലിമീങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അയ്യൂബ് തങ്ങൾ പറഞ്ഞു, ആളുകളൊക്കെ വർദ്ധിച്ചല്ലോ, നമുക്കൊരു പള്ളി ഉണ്ടാക്കണം. അതിലെവിടെയാണ് സ്ഥലം കിട്ടുക? ആരൊക്കെ സ്ഥലം, നല്ല സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കണം. സഹോദരന്മാർ മനസ്സിലാക്കണം. നേരം വെളുക്കുമ്പോഴേക്ക് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബ്രാഹ്മണന്മാരും ഹൈന്ദവരായ പലരും എത്തിപ്പോയി. അവർ പറയുന്നു, ഓ അയ്യൂബ് തങ്ങളെ, ഞങ്ങളുടെ അമ്പലങ്ങൾ ധാരാളമുണ്ട്. അതിലേതെങ്കിലും ഒരു അമ്പലം അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു തരാം, അത് നിങ്ങൾക്ക് പള്ളിയായി ഉപയോഗിക്കാം. അവർ പറഞ്ഞു, വേണ്ട വേണ്ട. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങനെ പല ആളുകൾ കൂടിയതല്ല, എൻ്റെ സ്വന്തം വകയായി ഉള്ള ഒരു സ്ഥലമുണ്ട്, അത് തന്നാൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഇപ്പോൾ നീ ഒറ്റക്കാണ് തരുന്നതെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെ തർക്കമുണ്ടാകും. മുസ്ലിം സമുദായം ഹൈന്ദവരുടെ അമ്പലം പിടിച്ചെടുത്ത് പള്ളിയാക്കിയതാണ് എന്ന് പറയുന്നവർ ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ സ്ഥലം ഞാൻ പള്ളിയാക്കില്ല, നീ സ്വീകരിക്കണം. അപ്പം അവർ ചോദിച്ചു, ഞങ്ങൾ സംഭാവന തന്നാൽ സ്വീകരിക്കുമോ? അവർ പറഞ്ഞു, ആര് തന്നാലും സ്വീകരിച്ചു കൊള്ളാം. അങ്ങനെ അവരോടൊക്കെ സംഭാവന വാങ്ങി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒരു പള്ളി ഉണ്ടാക്കി. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ഞാൻ പറയുന്ന ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇസ്ലാം മതം അങ്ങനെയാണ് പ്രചരിച്ചിട്ടുള്ളത്. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമാക്കുന്ന യാതൊരു നിർബന്ധ പ്രവർത്തനവും ഒരിക്കലും ചെയ്തിട്ടില്ല. വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലം ഫളു മിൻ ഹൗലിക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. മറ്റൊരാൾക്കും റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയാൻ പാടില്ല. അത്രയും വലിയൊരു സ്ഥാനം അള്ളാഹു തങ്ങൾക്ക് തന്നതുകൊണ്ട് ലിൻതലഹും അവിടുന്ന് വളരെ വിനയത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജനങ്ങളോട് വിനയം കാണിച്ചു. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി, തങ്ങൾ ഒരുപക്ഷെ ഹൃദയം കടുത്ത ഒരു ഭീകര തീവ്രവാദി ആയിരുന്നു എങ്കിൽ ലം ഫളു മിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളെ വിട്ടുപോകുമായിരുന്നു. അതില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിലേക്ക് അടുത്തു വന്നത് എന്ന് ഖുർആൻ തന്നെ പറയുന്നു. അതുകൊണ്ട് മുസ്ലിം സമുദായം എപ്പോഴും ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതമെന്നും ആ മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് മരണാനന്തരം സ്വർഗമുണ്ട് എന്നും വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ള എല്ലാ മതക്കാർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവരെ നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല എന്നാണ് നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുകയും നല്ല മനുഷ്യരായി തീരുകയും നല്ല മനുഷ്യരോടൊപ്പം
ചേർന്ന് നിൽക്കുകയും ചെയ്യണം. വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, സൂക്ഷിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ നല്ലവരോട് കൂടെ ആവണം. നല്ലവരോട് കൂടെ ആവണം എന്നാണ് നമ്മോട് അള്ളാഹു കൽപ്പിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്കൊപ്പം പറഞ്ഞാൽ ശരിയായ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം. മനുഷ്യന്മാർക്ക് ഈ ഗുണം ലഭിക്കുന്നതിൽ അസൂയ വെക്കാൻ പാടില്ല. അവിടെ ഒരു ക്രൈസ്തവൻ്റെ കയ്യിൽ 1000 ഏക്കർ ചായത്തോട്ടമുണ്ട്, ക്രൈസ്തവൻ്റെ കയ്യിൽ 100 ഏക്കർ സ്ഥലം കാപ്പിത്തോട്ടമുണ്ട്. അതെങ്ങനെ നശിക്കാൻ കഴിയും എന്നൊരു മുസ്ലിം ചിന്തിക്കാൻ പാടില്ല. ഒരിക്കലും അസൂയ വെക്കാൻ പാടില്ല. അത് അള്ളാഹു തആല അവർക്ക് കൊടുത്തതാണ്. അവൻ ഉദ്ദേശിച്ചാൽ എനിക്കും തരുമായിരുന്നു എന്ന് കരുതുകയല്ലാതെ ഒരാളോടും അസൂയ വെക്കാനോ രക്ഷപ്പെടാനോ പാടില്ല. ഇതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇതേ മഹത്തായ തത്വം മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് മതസൗഹാർദ്ദത്തോടെ മതമൈത്രിയോടെ ജീവിക്കാനും മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ ആ നിയമപ്രകാരം ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ.